ചൊവ്വയിൽ ഭാവിയിൽ വളർത്താവുന്ന ചെടിയെ ചൈനയിലെ മരുഭൂമിയിൽ നിന്നും കണ്ടെത്തി ഗവേഷകർ. മരുഭൂമിയിൽ വളരുന്ന ഒരിനം പായൽ ചെടിയാണ് സിൻട്രിഷ്യ കാനിനെർവസ്. ചൈനയിൽ മാത്രമല്ല, പല മരുഭൂമികളിലും, എന്തിന് അന്റാർട്ടിക്കയിൽ പോലും ഇവ വളരാറുണ്ട്. കടുത്ത താപനിലയെ അതിജീവിക്കാൻ ഇവയ്ക്ക് കരുത്തുണ്ട്. ഏകദേശം ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും ഇവ പെട്ടെന്ന് തിരിച്ചു വളരുമെന്ന് ഗവേഷകർ പറയുന്നു. പ്രകാശ സംശ്ലേഷണവും ഇവ നിർവഹിക്കും. എന്നാൽ ഈ പായൽ ഭക്ഷിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ചൊവ്വയിലെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിൽ ഇതിന് സഹായം നൽകാൻ കഴിഞ്ഞേക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ ഭാവിയിൽ ചൊവ്വ കോളനി പോലുള്ള ദൗത്യങ്ങളിലൊക്കെ ഇത് നിർണായകമായേക്കാം. ബഹിരാകാശ മേഖലയിൽ വലിയ മത്സരങ്ങൾ നടക്കുന്ന കാലമാണിത്. ഭാവിയിൽ ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ ഇടങ്ങളിൽ യാത്രകൾ നടത്താനാകുമെന്നും കോളനികൾ സ്ഥാപിക്കുമെന്നും മനുഷ്യരാശി കണക്കുകൂട്ടുന്നുണ്ട്. ഭാവിയിലെ ചൊവ്വ കോളനികളിലേക്കും കൃഷി വേണം. അൽഫാൽഫ എന്ന ചെടിയും ചൊവ്വയിൽ ഉപകാരപ്പെട്ടേക്കും. നേരിട്ടുള്ള ഭക്ഷണമായല്ല അൽഫാൽഫയെ ഉപയോഗിക്കാൻ പോകുന്നത്. മറ്റ് ഭക്ഷ്യയോഗ്യമായ വിളകൾ വളർത്താനുള്ള മാധ്യമമായാകും ഇത് ഉപയോഗിക്കപ്പെടുക. അൽഫാൽഫ ചെടികൾ ചൊവ്വയിലെ മണ്ണുമായി വലിയ സാമ്യമുള്ള അഗ്നിപർവ്വത മണ്ണിൽ വളരുമെന്ന് ഇപ്പോൾ യുഎസിൽ നടന്ന ഒരു ഗവേഷണം തെളിയിക്കുന്നുണ്ട്. ഈ ചെടികളെ വളമായും ഉപയോഗിക്കാം. ചൊവ്വയിൽ ലഭിച്ചേക്കാവുന്ന ഉയർന്ന രീതിയിൽ ലവണാംശം കലർന്ന വെള്ളത്തിൽ നിന്നും ലവണങ്ങൾ വേർതിരിക്കാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയും ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളെല്ലാം ഭാവിയിൽ ചൊവ്വ കോളനികൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഊർജിതപ്പെടുത്തുന്നവയാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ചൊവ്വയിലെ മണ്ണ് പൊതുവെ ബസാൾട്ട് എന്ന ധാതു കലർന്നതാണ്. പോഷകങ്ങൾ കുറവും കാർബണിന്റെ അഭാവം മൂലം വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷി കുറവായതും കാരണം ഇവിടെ കൃഷി നടത്തുക ശ്രമകരമായ ദൗത്യമാണ്. ചൊവ്വയിലെ വെള്ളം സ്ഥിതി ചെയ്യുന്നത് ധ്രുവപ്രദേശങ്ങളിലെ ഐസ് പാളികളിലാണ്. തെക്ക് മധ്യ ഏഷ്യയാണ് ഈ ചെടികളുടെ സ്വാഭാവികമായ വാസസ്ഥലം. പ്രാചീന ഇറാനിലാണ് ഇതാദ്യമായി കൃഷി ചെയ്തത്. 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ വൻകറിലെത്തിയ സ്പാനിഷ് യാത്രക്കാരാണ് അൽഫാൽഫയെ അവിടെ കൊണ്ട് എത്തിച്ചത്. കുതിരകൾക്കുള്ള പുല്ലെന്ന നിലയിലാണ് ഇവർ ഇതിവിടെ വളർത്തിയിരുന്നത്. ഈ ചെടിയുടെ വിത്തും ഉണക്കിയ ഇലകളും മനുഷ്യരും ഭക്ഷിക്കാറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.